ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു കിഡിലും കഫ്താൻ തേക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനായി യൂസ് ചെയ്തിരിക്കുന്നത് നൈറ്റി ബിറ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കാം. നീളത്തിലുള്ള ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് മടക്കിയിട്ട് രണ്ടായി മടക്കി കൊടുത്ത് അതിന് ശേഷം വീണ്ടും നേരെ മടക്കി സെൻറ്റർ മടക്കി ഇതുപോലെ കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് വി നെക്കിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് നെക്കായിട്ടും കൊടുക്കാം. പിന്നെ ബാക്ക് നെക്ക് കൊടുക്കുന്നത് റൗണ്ടായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ കയ്യിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടിച്ചാൽ അത് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ക്രോസ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഒരു ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഇതുപോലെ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. പിന്നെയാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കഫ്താൻ നൈറ്റി. അതുപോലെ തന്നെ ഈ താഴത്തെ ഈ കർവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിതിന് മെറ്റീരിയൽസായിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ രണ്ടായി മടക്കിയെടുത്തിട്ട് നമ്മൾ 4 ആക്കി അങ്ങനെ മടക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്കാണ് നമ്മളിത് മടക്ക് ഭാഗം വരുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ഭാഗം നമ്മളിത് ഓപ്പണുള്ള ഈ സൈഡാണ് വരുന്നത്. പിന്നെ ഇതിന് അധികമൊന്നും നമുക്ക് അടയാളപ്പെടുത്തല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്ക് വിത്ത് വരുന്നത് ഒരു 3 ഇഞ്ചസിലാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 5.5 ഇഞ്ചിലും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രോസായി നമ്മൾ വി നെക്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ബാക്ക് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലും. അതുപോലെ സ്ലീവിൻ്റെ ഇതിലായിട്ട് നമ്മളൊരു 6 ഇഞ്ചിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തും. അതുപോലെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടിച്ചാൽ അതിനെ ഒരു ഇഞ്ച് കൂടി കൂടി നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ എനിക്കൊരു 55 ഇഞ്ചാണ് വേണ്ടത്. അത് കൂടെ 1 ഇഞ്ച് കൂട്ടി 56 ഇഞ്ചാണ് ലെങ്ത്ത് കൂട്ടുന്നത്. അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ക്രോസ് ആയിട്ട് നമ്മളൊരു ലൈനും കൂടി വരച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് യോക്ക് ഭാഗത്താണ്. യോക്ക് ഭാഗത്തിൻ്റെ ലെങ്ത്ത് ഒരു 13.5 ഇഞ്ചസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു 7 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും അതുപോലെ 13.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 7 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് സ്ലീവിലേക്ക് വേണ്ടിയിട്ടാണ്. സ്ലീവിനെ നമുക്ക് എൻഡിലായിട്ട് ഇങ്ങനെ പട്ട വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 6 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ വിത്ത് വരുന്നത് ഒരു 7 ഇഞ്ച് വിത്തിലുമാണ് വരുന്നത്. അതുപോലെ നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ അവിടെ ഒരു വള്ളി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു 14 ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നെക്ക് ഭാഗത്തായിട്ട് നമ്മൾ ക്രോസ് പീസും നമ്മൾ കട്ട് ചെയ്ത് അടിക്കാൻ വേണ്ടി. അപ്പോൾ ക്രോസ് പീസുകളൊക്കെ നമ്മളിതുപോലെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്രോസ് പീസിനൊക്കെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഒന്നായി ക്രോസ് പീസിനൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ അവിടെ ആയിട്ട് 2 പീസുകൾ എടുത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ മടക്കി 2 സൈഡും ഇതുപോലെ മടക്കി നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 പീസും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത നമുക്ക് നെക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ക്രോസ് പീസ് നമ്മൾ അടിച്ച് വെച്ചിരുന്നില്ല. അപ്പോൾ 1 സൈഡ് ഇതുപോലെ നമ്മൾ അടിച്ച് വെച്ചതിന് ശേഷം റൗണ്ടായിട്ട് അതിനെ വെച്ച് അടിച്ചിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫുള്ളായി റൗണ്ടായി അടിക്കുക. പിന്നെ വരെ നമ്മുടെ സ്ലീവിൻ്റെ ആ ഭാഗത്താണ്. സ്ലീവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, നമ്മൾ ആ ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ അവിടെ ആയിട്ട്. അപ്പോൾ അവിടെ നമ്മളിതുപോലെ നമ്മൾ ആ ഒരു പീസ് മാറ്റി വെച്ചിട്ടില്ല. ആ പീസിന് ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ നന്നായി അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ചൊക്കെ വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ട്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അതിനെ പതിച്ചടിച്ചു കൊടുക്കണം. അതുപോലെ മറ്റേ സ്ലീവിൻ്റെ ഭാഗത്തും നമ്മൾ അതുപോലെ ചെയ്ത് അടിച്ചു കൊടുക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ഈ യോക്ക് ഭാഗത്തിൽ വരുന്നതാണ്. അതിന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലത്തെ ആ പീസ് വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും നമ്മൾ നീളത്തിൽ അടിച്ചു കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നീളത്തിലാണ് അടിച്ചു കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ താഴെ വരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് വരെയും ഇങ്ങനെ നീളത്തിൽ നമ്മൾ അടിച്ചു പോകണം.
മറ്റേ സൈഡും ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളിതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ നീളത്തിൽ അടിച്ചു പോയിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണത് വീഡിയോസ് നമ്മളത്തിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത്. നല്ല അടിപൊളി ലുക്കാണ് ഇത് കാണാനും, അതുപോലെ തന്നെ നമുക്കിത് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.